തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടുകോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെ ജാഫർ ഒളിവിൽ. ജാഫർ എവിടെയാണെന്നറിയില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതി അന്വേഷിക്കുന്നത്. കൂറുമാറാൻ CPM 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്തെന്ന ജാഫറിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. നമുക്ക് പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം. അപ്പൊ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം പറയാം. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ലൈഫ് സെറ്റിലായല്ലോ എന്നാണ് ഈ ജാഫർ പറയുന്നത്. ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രനായി മത്സരിച്ചയാളാണ്. CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ 1 കോടി രൂപ ആ ഓപ്ഷൻ തന്റെ മുന്നിലുണ്ട് എന്നുമാണ് കൂറുമാറിയ ലീഗ് സ്വതന്ത്രൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞത്. ജെയ്സൺ ചാവളപ്പിലുണ്ട്. ജെയ്സൺ, ഈ ജാഫറിനെ തേടി നമ്മൾ പോയപ്പോൾ എന്താണ് അറിയാൻ കഴിഞ്ഞത്? അയാൾ പണം വാങ്ങി മുങ്ങിയോ? പണം വാങ്ങിയതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ അനിലക്കര പറയുന്നത് ആ തെളിവുകൾ പുറത്തു വരും എന്നുള്ളതാണ്. എന്തായാലും രാജിവെച്ചതിന് മറ്റ് കാരണങ്ങൾ നമ്മുടെ മുന്നിലില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ LDFന് വോട്ട് കൊടുത്ത് കൂറുമാറി ഉടൻ രാജിവെച്ച് ഇപ്പോൾ ഒളിവിലാണ് എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ജെയ്സൺ. അരുൺകുമാർ, നാം വരവൂരിലെ ജാഫറിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയും വീട്ടുകാരും അവിടെ ഉള്ളത്. നാം അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഈ വോട്ട് നടന്ന് അതിനുശേഷം വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അതിനർത്ഥം അവർ ഇപ്പോൾ മാറി നിൽക്കുന്നു, ഒളിവിൽ അല്ലെങ്കിൽ മുങ്ങി നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ജാഫറിനെ ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ തൃശൂർ ഡിവൈഎസ്പി ജിം പോൾ ഇയാളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി. പക്ഷേ അപ്പോഴും ജാഫറിന് ലഭ്യമായിട്ടില്ല. വിജിലൻസ് നൽകുന്ന വിശദീകരണം ഇത് സംബന്ധിച്ച പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ്. പ്രാഥമികമായ അന്വേഷണം നടത്തിയതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന നിയമോപദേശം തേടേണ്ടതുണ്ട്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കേസാണ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികം വിജിലൻസിനോ പോലീസിനോ കേസെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി വേണ്ടിവരും. അതുകൊണ്ടാണ് പ്രാഥമികമായ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഷാനവാസ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇതിൽ പരാജയപ്പെട്ട, ഈ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ട, ബ്ലോക്ക് പഞ്ചായത്ത് മത്സരത്തിൽ പരാജയപ്പെട്ട ഷാനവാസ് തന്നെ നമ്മോടൊപ്പം ചേരും. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് സാധാരണഗതിയിൽ 95 മുതൽ ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് LDF CPM നേതൃത്വത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലും ആകെ ഒരു 2 സീറ്റിൽ മാത്രമാണ് UDF ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അതിശക്തമായിട്ടുള്ള മത്സരം നടത്തി 2-3 പഞ്ചായത്തുകളടക്കം 7 ബ്ലോക്ക് ഡിവിഷനിലേക്ക് UDF ജയിക്കാൻ കഴിഞ്ഞു. 7 ബ്ലോക്ക് ഡിവിഷനിലേക്ക് LDF ജയിച്ചു. ഇതിനകത്ത് ഈ ഓപ്പറേഷൻ, അത് അതിന്റെ സംഗതി, ഇതിന്റെ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നിൽ ആരാണ്? ഈ ഓപ്പറേഷനകത്ത് തീർച്ചയായിട്ടും 3 MLA-മാരുടെ പങ്കുണ്ട്. ആ MLA-മാർ നേരിട്ടാണോ ഈ ഓഫർ കൊടുത്തതെന്നുള്ള കാര്യം CPM വ്യക്തമാക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റ്ഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പുറത്തുവിട്ടത്, അതിന്റെ ശബ്ദം പുറത്തുവിട്ടത്, അത് പറഞ്ഞത് ജാഫറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണെങ്കിലും സാധാരണ രീതിയിൽ ഒരു ഇത്രയും വലിയൊരു പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക്. ഏതൊക്കെ MLA-മാരാണ്? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗുരുതരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ED അന്വേഷിക്കുന്ന ആളുകളിനകത്തുണ്ട്. അതായത് കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും വലിയ പണസ്രോതസ്സിനും പണം തട്ടിപ്പിന് നടത്തിയ ആളുകൾ ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും വടക്കാഞ്ചേരി MLA-ക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ 50 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പിടിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്, അത് നമുക്കറിയാലോ, ഇപ്പൊ കരുവന്നൂർ എന്ന് പറയുന്ന ചെറിയൊരു ബാങ്കാണ്. നമ്മൾ വിചാരിച്ചു ഇത്രയും വലിയ കൂടുതൽ തട്ടിപ്പോടെ നടക്കുന്നുള്ളത്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് CPM ആണ് പറയേണ്ടത്. ഇതിന്റെ സോഴ്സ് എന്തിനാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു വലിയ ഓഫർ ഈ ഇദ്ദേഹത്തിന് കൊടുത്തതെന്നുള്ളത്. എന്താണെങ്കിലും KV നഫീസയെ പ്രസിഡന്റ് ആക്കുവാൻ വേണ്ടി വലിയ ഉന്നതന്മാർ, അത് ഞാൻ പറഞ്ഞ വടക്കാഞ്ചേരി MLA അടക്കമുള്ളവർ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ഈ ജാഫറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ജാഫറിനെ ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം രാജിവെച്ച് പോയതാണ്. ഇപ്പൊ പുതിയൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗം, നിലവിലെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള KK ബാബുവിന്റെ ഓഡിയോ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ സംരക്ഷണം തരും, ആ സമയത്ത് നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് KK ബാബുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന്റെ കസ്റ്റഡിയിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അദ്ദേഹത്തിന് വീട്ടിലില്ല.
അദ്ദേഹത്തിന് ബന്ധപ്പെട്ട വീടുകളിലൊന്നും അദ്ദേഹം ഇല്ല. അപ്പോൾ അതുകൊണ്ട് CPM-ന്റെ കസ്റ്റഡിയിലായിരിക്കാനാണ് സാധ്യത. വടക്കാഞ്ചേരി ഏറ്റവും ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് LDF-ന് ഏറ്റവും ശക്തമായ, പ്രത്യേകിച്ച് CPM ശക്തമായ കേന്ദ്രമായിരുന്നു. അത് ഇത്തവണ ഈക്വൽ എന്ന രീതിയിൽ വന്നപ്പോഴാണോ ഈ അട്ടിമറിക്ക് ശ്രമിച്ചത്? അത് ഈക്വൽ എന്ന സ്ഥിതിവിശേഷം വരികയും അവിടെ പിന്നെ നറുക്കെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലെ UDF-ന് പ്രസിഡന്റ്ഷിപ്പ് കിട്ടിയാൽ ഇവർ ഇവിടെ നിന്ന് ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. വടക്കാഞ്ചേരി അതുപോലെ തന്നെ ചേലക്കര, കുന്നംകുളം മേഖലകളിൽ ഇവരെ നിയന്ത്രണം കംപ്ലീറ്റ് ഈ ഓഫീസിനകത്ത് ഇരുന്നിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇത് പ്രതിഷേധ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, ഒരു സംശയമൊന്നുമില്ല. ഇത്തരത്തിലുള്ള കുതിരക്കച്ചവടം നടത്തിയ CPM-നെതിരെ വളരെ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് പോകും. നാളെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചുണ്ട്. തുടർന്ന് ഇതിന്റെ അന്വേഷണത്തിൽ തെളിയുന്നത് വരെ സ്ഥിരമായിട്ട് അതിനകത്ത് കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് തീരുമാനം. നിയമ നടപടികൾ തീർച്ചയായും ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ട് നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിയമ നടപടി ഏതറ്റം വരെ ഇപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അന്ന് തന്നെ ഇദ്ദേഹത്തെ കൂറുമാറ്റ നിരോധന പ്രകാരം പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള രാജിവെച്ചുല്ലോ. അല്ല, ഞങ്ങൾ അത് രാജിവെക്കുന്നതിന് മുൻപേ ആ നടപടി സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്ന 3 MLA-മാർക്ക് പങ്കുണ്ട്. കരുവന്നൂർ കേസിൽ അന്വേഷണം നേരിടുന്ന ആൾ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയാണ്. അതങ്ങനെ ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമാണ് ഇത്തരം ഒരു അട്ടിമറി നടന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. 50 ലക്ഷം രൂപ നൽകി ഒരു ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി നടത്തുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ അട്ടിമറി നടത്തുന്നതിന് തുല്യമാണ്. ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് ഇത് സംബന്ധിച്ച പ്രാഥമിക പരിശോധന ഇപ്പോൾ വിജിലൻസ് ആരംഭിച്ചു കഴിഞ്ഞു. വിജിലൻസ് DISP ജാഫറിന്റെ വീട്ടിലേക്ക് എത്തി. പക്ഷേ ജാഫറിനെ കാണാൻ കഴിഞ്ഞില്ല. നാം പലതവണ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, ജാഫറിനെ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാഫർ മാറി നിൽക്കുന്നു. കോൺഗ്രസ് ആരോപിക്കുന്ന CPM-ന്റെ സംരക്ഷണയിൽ ജാഫർ മുങ്ങി എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ കൂടി വേദിയാവുകയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക്. താങ്ക് യു ജെയ്സൺ, താങ്ക് യു ഷാനവാസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജാഫർ എവിടെ എന്നുള്ളതാണ് ചോദ്യം. ജാഫർ പണം വാങ്ങി മുങ്ങിയോ? അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജാഫറിന് സമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഇത്ര മടി? എന്തിനാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മടി? ജാഫർ, നിങ്ങൾ തുറന്നു പറയൂ, നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടോ? 1,50 ലക്ഷം വലിയ ആരോപണമാണ്. താങ്കളുടെ തന്നെ ശബ്ദത്തിൽ പറയുന്നുണ്ട് ലൈഫ് സെറ്റിലാക്കാൻ ഇത് മതിയല്ലോ, 50 ലക്ഷം രൂപ മതിയല്ലോ എന്ന് പറയുന്നു. ജനപ്രതിനിധിയായി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനമല്ലാതെ മറ്റതായി നമുക്ക് എങ്ങനെയാ ഇതിനെ കാണാൻ കഴിയുക? താങ്കൾക്ക് എങ്ങനെയാണ് താങ്കളുടെ ഈ ജനവിധിയെ താങ്കൾക്ക് വിൽപ്പന ചരക്കാക്കാൻ സാധിച്ചത്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറുപടി താങ്കൾ പറയണം. തീർച്ചയായിട്ടും അങ്ങ് ഒളിവിൽ നിന്ന് തിരിച്ചു വന്ന് ജനങ്ങളുടെ മുൻപിലിറങ്ങി പറയണം. എന്ത് കാര്യത്തിനാണ് താങ്കൾ ഷാനവാസിനെ മറുകണ്ഠം ചാടി പരാജയപ്പെടുത്തിയത് എന്നുള്ളത് അറിയണം. അതറിയാനുള്ള ബാധ്യത കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല, കേരളത്തിനുണ്ട്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ചാണ് താങ്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ പാർട്ടിയിൽ നിന്ന് താങ്കൾ 1 ലക്ഷം രൂപ, 1 കോടി രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു പാരിതോഷികം കൂടിയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായ ഒരാളും രക്ഷപ്പെടാനും പാടില്ല.